ദേ നോക്കിയേ, നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ആര്യവേപ്പ് നമുക്ക് നിർബന്ധമായിട്ടും മുറിച്ചിടേണ്ടി വന്നു കേട്ടാ. കഴിഞ്ഞ മഴയിൽ ആ മഴയത്തും കാറ്റത്തും ഇതിൻ്റെ വലിയൊരു കൊമ്പ് അടർന്നു വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ അടർന്ന ഭാഗത്ത് വെള്ളം ഊർന്നിറങ്ങിയിട്ട് ആ തടി കേടാവുകയാണ് ചെയ്യണത്. അതുകൊണ്ട് പിന്നെ എല്ലാവരും പറഞ്ഞു അതെന്തായാലും മുറിച്ചോളാൻ. അപ്പം നമ്മളത് വല്ലാതെ മുഴുവനായിട്ട് കേടാവും മുമ്പ് മുറിക്കുകയാണ് കേട്ടോ ചെയ്തത്. അത് മുറിക്കുമ്പോൾ വന്ന അതിൻ്റെ ആ ഒരു ഹസ്ക് കണ്ട അത് നമ്മൾ കത്തിച്ച് പുകയ്ക്കണമൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോഴേ ആര്യവേപ്പിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാലേ. പണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ പ്രദേശത്ത് തന്നെ എല്ലാ വീടുകളും ചോറും ചിരങ്ങും കരപ്പനൊക്കെ ഉണ്ടാവും കുട്ടികൾക്ക്. എൻ്റെ കുട്ടിക്കാലത്തായിട്ട് പറയണത് അന്ന് എല്ലാ വീടുകളിലും എല്ലാ അമ്മമാരും ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒറ്റമൂലിയായിട്ടൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ആയിരിക്കണം ഈ ആര്യവേപ്പിൻ്റെ തോല് കഷായം വെച്ചിട്ട് കുടിക്കാൻ തരാണ് ചെയ്തിരുന്നത്. അങ്ങനെ എല്ലാ നമ്മുടെ എന്താ പറയുക ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾ പെട്ടെന്ന് മാറാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കറുത്ത അടയാളങ്ങൾ പോലും ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോഴേ ആ ഒരു ഹസ്ക് ഒരു പാത്രത്തിൽ സൂക്ഷിക്കുകയാണ്. ഇതിനെ ഉണക്കി എടുക്കണം, നമുക്ക് ഇതുപോലെ പുകയ്ക്കാലോ, അതിന് വേണ്ടിയിട്ട് ആണ് അങ്ങനെ എടുത്തത്. പിന്നെ ആര്യവേപ്പിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ. പണ്ടുള്ളവർ പറയും ആര്യവേപ്പിൻ്റെ തടി കൊണ്ട് നിർമ്മിച്ച കട്ടിലിൽ കിടന്നാൽ കാലൻ വരില്ലാന്ന്, മരിക്കില്ലാന്ന്. അതിൻ്റെ പിന്നിലെ ശാസ്ത്രം ഇതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ടല്ലോ. രക്തം ശുദ്ധീകരിക്കും, അതുപോലെ തന്നെ നമ്മുടെ ത്വക്ക് സംബന്ധമായത്, ദഹന സംബന്ധമായത്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മാത്രം ആരോഗ്യ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരോഗ്യം നന്നായിരിക്കുമ്പോൾ മരണം ദൂരെ നിൽക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പിന്നിലെ രഹസ്യം അങ്ങനെയാണ് കേട്ടോ. അപ്പോഴേ സങ്കടമുണ്ട്, ഇതുപോലെ ഒരെണ്ണം വളർത്തിയെടുക്കാൻ നമ്മൾ എത്ര കാലം ഇരിക്കണം അല്ലേ. പക്ഷേ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇതാ കണ്ടില്ലേ, ഇതുപോലെയുള്ള തുകലെടുത്തിട്ടാണ് നമ്മൾ കഷായം വെക്കാറുള്ളത്. ഇപ്പോഴും എൻ്റെ അനുജത്തിക്ക് ഇങ്ങനെ വെരിക്കോസ് വെയിൻ വന്നിട്ട് ഇതുപോലെ രക്തം പൊട്ടി വ്രണം ആയപ്പോഴും എൻ്റെ അമ്മ ഇപ്പം ഈ അടുത്ത് പോലും ഇങ്ങനെ ഈ ആര്യവേപ്പിൻ്റെ കഷായമാണ് വെച്ച് കൊടുത്തത് കേട്ടോ. വേഗം സുഖാവുകയും ചെയ്തു.